സന്ദീപ് വാര്യർ സംഭവത്തിന് പിന്നിൽ ഇവിടെ VHP നേതാവാണ്, അല്ലെങ്കിൽ ബജ്റംഗ് ദൾ നേതാവാണ്. അതിൽ BJP താങ്കൾ പഴിച്ചു കണ്ടു. എന്തിനാണ് BJP പഴിക്കുന്നത്? നോക്കൂ, ഇക്കാര്യത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 3 പ്രതികളിൽ 2 പേർ, ഒന്ന് അനിൽകുമാർ, അദ്ദേഹം BJPയുടെ ചിറ്റൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിരുന്നു. 2 സുശാസനൻ, BJPയുടെ OBC മോർച്ചയുടെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റായിരുന്നു. മാത്രമല്ല ഈ 2 പേരും കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി സജീവമായി പ്രവർത്തന രംഗത്തുണ്ടായിരുന്നവരാണ്. സാമുദായിക നേതാക്കളെ കാണാനും അവരെ ഏകോപിപ്പിക്കാനും ചുമതലയുണ്ടായിരുന്നവരും അതിനുവേണ്ടി സജീവമായി പ്രവർത്തിച്ചവരുമാണ്. ചിറ്റൂർ മേഖലയിൽ, ചിറ്റൂർ നിയോജകമണ്ഡലത്തിൽ സജീവമായി BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾ. സ്വാഭാവികമായിട്ടും BJP നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള BJPക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രവർത്തിക്കുന്ന സംഘപരിവാർ സംഘടനയായ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ജില്ലാ നേതാക്കളാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇക്കാര്യത്തിൽ BJPക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. മാത്രമല്ല, ഈ വിഷയത്തിൽ വെള്ളിയാഴ്ച ഈ സംഭവം നടന്നതിന് ശേഷം ഇവരെ മോചിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കേസ് ഒഴിവാക്കാൻ വേണ്ടി പോലീസുമായും സ്കൂൾ അധികൃതരുമായും നിരന്തരമായി സംസാരിച്ചത് BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെ ആവശ്യപ്രകാരം യുവമോർച്ചയുടെ ജില്ലാ നേതാക്കളാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ബോധ്യം വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യത്തിൻ്റെ പുറകിൽ BJPയുടെ പങ്കുണ്ട്. BJP ഇക്കാര്യത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കണം എന്നുള്ള ആവശ്യം ഞാൻ ഉന്നയിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ്. കേസ് അട്ടിമറിക്കാനുള്ള നീക്കമെന്ന് കുറച്ചുകൂടി ഗൗരവത്തിൽ സന്ദീപ് പറയുകയായിരുന്നു. ഏതോ നേതാക്കൾ പോലീസ് സ്റ്റേഷനിൽ നിരന്തരം വിളിച്ചു, അട്ടിമറിക്കുക എന്ന ഉദ്ദേശത്തിൽ പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ അവർ അറസ്റ്റിലാണ്, റിമാൻഡിലാണെന്ന് കേൾക്കുന്നു. എന്തുകൊണ്ടാണ് ആരോപണം, സന്ദീപ്? ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി BJPയുടെ സംസ്ഥാന നേതൃത്വം തന്നെ യുവമോർച്ചയുടെ ജില്ലാ നേതാക്കൾക്ക് ഉത്തരവാദിത്തം കൊടുക്കുകയും അവർ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടും അതുപോലെ തന്നെ സ്കൂൾ അധികൃതരുമായിട്ടും സംസാരിച്ചതായി വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുള്ളത്. പ്രധാനമന്ത്രി ഇന്ന് CBCയുടെ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുകയാണ്. അവിടെ ഗോൾഡാകാനപ്പള്ളിയിലൊക്കെ പോയി വലിയ സ്നേഹ സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതടക്കം ചെയ്യുന്നു BJP. അത് കാരണം ഇതിൽ ഈ സംഘടനകൾക്കൊന്നും പങ്കുണ്ടാവില്ല എന്ന പ്രതീക്ഷ പ്രകടിപ്പിക്കുകയാണ് മുൻ കേന്ദ്രമന്ത്രി ശ്രീ V മുരളീധരൻ. കേട്ടിരുന്നോ സന്ദീപ്? ശ്രീ V മുരളീധരൻ എന്തുകൊണ്ടാണ് ഈ സംഭവത്തെ തള്ളിപ്പറയാത്തത്? അല്ലെങ്കിൽ BJPയുടെ സംസ്ഥാന നേതൃത്വം എന്തുകൊണ്ടാണ് ഈ സംഭവത്തെ തള്ളിപ്പറയാത്തത്? ഞാൻ പറഞ്ഞ 2 പേരെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. ചിറ്റൂരിൽ നേരത്തെ BJPയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നോ, നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ആയിരുന്നോ അനിൽ? അതല്ലെങ്കിൽ OBC മോർച്ചയുടെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റായിരുന്നോ ഈ പറയുന്ന സുശാസനൻ? ഇതൊക്കെ ചിറ്റൂരിൽ അന്വേഷിച്ചാൽ അറിയുന്ന കാര്യമല്ലേ. ഈ 2 പേരും കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ചുമതല നൽകിയിരുന്ന ആളുകളാണോ? ഇക്കാര്യത്തിൽ BJPയുടെ നേതൃത്വം മറുപടി പറയട്ടെ. എന്തിനാണ് അവരെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? മറ്റൊന്ന്, ശ്രീ V മുരളീധരൻ ഇക്കാര്യത്തിൽ പറയാൻ എന്താണ് അർഹതയുള്ളത്? അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന, അതല്ലെങ്കിൽ അതുമായി അടുത്ത് ബന്ധമുള്ള ഒരു വനിതയാണ് കേരളത്തിലെ ഹിന്ദു ഭവനങ്ങളിൽ ക്രിസ്മസ് സ്റ്റാർ തൂക്കരുത്, പകരം മകരനക്ഷത്രമായിരിക്കണം തൂക്കേണ്ടതെന്ന് പറഞ്ഞ് വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹവുമായി വളരെ അടുപ്പമുള്ള ഒരു വനിതയാണ് ചെയ്യുന്നത്. അദ്ദേഹം അതിനെ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇവരൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ ഉള്ളിലുള്ള ആന്തരികമായിട്ടുള്ള, ഇവരുടെ ജൈവിക വ്യവസ്ഥയിലുള്ള ഒരു ആന്തരികമായിട്ടുള്ള ക്രൈസ്തവ വിരുദ്ധതയുണ്ട്, ന്യൂനപക്ഷ വിരുദ്ധതയുണ്ട്. ഇതാണ് ഇപ്പം നല്ലേപ്പള്ളിയിൽ തികട്ടി പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ മന്ത്രി ജോർജ് കുര്യൻ അങ്ങനെയല്ല. മന്ത്രി ജോർജ് കുര്യൻ കുറച്ചുകൂടി ഭംഗിയായ ഭാഷയിൽ അതിനെ നിരുപാധികം തള്ളിപ്പറയുകയും സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാടുകളെ അദ്ദേഹം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സന്ദീപ്, അത് കേട്ടിരുന്നോ? ജോർജ് കുര്യന് എന്തായാലും പാർട്ടിയുടെ അഭിപ്രായം പറയാൻ പറ്റില്ല. ജോർജ് കുര്യൻ മന്ത്രിസഭയുടെ ഭാഗമായതുകൊണ്ട് മന്ത്രിസഭാംഗം എന്ന രീതിയിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇതേ ജോർജ് കുര്യൻ പാർട്ടിയുടെ ഭാഗമായിരിക്കുമ്പോഴാണ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെയുള്ള വലിയ അതിക്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അന്നൊന്നും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. അദ്ദേഹം എല്ലാ കാലത്തും BJPയുടെ ഒരു കേഡറായിരുന്നു. അതിലപ്പുറം ക്രൈസ്തവ വിശ്വാസികളോടോ ക്രൈസ്തവ സഭകളോടോ ഏതെങ്കിലും തരത്തിലുള്ള അടുപ്പമുള്ള ആളാണ് ജോർജ് കുര്യൻ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, താങ്ക് യു സന്ദീപ്.